എത്തി ഗൈസ്, ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ വന്നു ഗൈസ്. ഇതാ ബാക്കിയുള്ളവർ വരുന്നുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. ഞാൻ സിദ്ധോട്ടം ഓരോന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ. ഞങ്ങളിങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ പോയതാണ് സംഭവം. പോസൊന്നും വലുതായി നോക്കിയിട്ടില്ല, കാരണം ടൈമില്ലായിരുന്നു. ഒക്കെ പെട്ടെന്നുണ്ടായ ഐഡിയ ആണ് ഓണം ഷൂട്ട് എന്നൊക്കെ ഉള്ളത്. സിദ്ധേട്ടന് ഒഴിവുള്ള ദിവസം വെച്ചിട്ട് എടുത്തതാണ്. അതുകൊണ്ട് വലുതായിട്ട് ഡെക്കറേഷനും ഒന്നും നിൽക്കാൻ ടൈം കിട്ടിയില്ല. ചെറിയ രീതിയിൽ ഞങ്ങളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ചെറിയ പൂക്കളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഫോട്ടോഗ്രാഫറെ കഴിവായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഷൂട്ട് തുടങ്ങിയിട്ടോ. വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെയാണ് ഫസ്റ്റ് തുടങ്ങിയത്. അവിടെയായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് ചെയ്തിട്ടോ. സംഭവം ഈ ഓൺ വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്നാലും തട്ടിക്കൂട്ടി ഞങ്ങൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ അവർ പറഞ്ഞു തരുന്നതിൻ്റെ ഇതില്ല കേട്ടോ ചെയ്യുന്നത്. ഓൺ ഷൂട്ട് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അജിന കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളെ ചാനൽ തുടങ്ങിയിട്ട് 4-5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ വിചാരിച്ചിട്ട്, വെറൈറ്റി അല്ല എന്നാലും ഞങ്ങളെ രീതിയിൽ എന്തെങ്കിലും ചെയ്യണ്ടേ വിചാരിച്ചിട്ട് ഓണം ഷൂട്ട് ചെയ്തതാണ്. കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, അതാണ് എല്ലാത്തിനും എന്താ പറയുക, ടൈം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഇനി കറക്റ്റായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളെ കട്ട സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഈ ഓണഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു റീൽസ് എടുത്തിരുന്നു. അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നും ഞങ്ങളിനി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് എടുത്ത് നോക്കുക കേട്ടോ. ലൈറ്റിൻ്റെ പ്രശ്നമാണ് അവിടെ. ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് വെയിൽ വരുന്നു, അല്ലെങ്കിൽ വെയിലുണ്ടാവില്ല. അങ്ങനെ ഓരോ സ്ഥലം നോക്കി നോക്കി പോവാണ്. അപ്പോൾ അജിനത് അവിടെ കണ്ട കൃഷ്ണമുടി പൂവൊക്കെ പറിച്ച് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ കാണണ്ട. പിന്നെ സിത്തോട്ട് അങ്ങനെ പറഞ്ഞു തരാണ്, അങ്ങനെ നിന്ന് നോക്കൂ, ഇങ്ങനെ നിന്ന് നോക്കൂ എന്നൊക്കെ. ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഈ മേക്കപ്പിൻ്റെ ഭാരം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ അടുത്ത സ്ഥലം നോക്കി പോയിട്ടോ. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് അവരെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ചിട്ടാണ് ഇപ്പം എടുക്കുന്നത്. പക്ഷെ അവിടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വെയിൽ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് എടുത്താൽ ഫോട്ടോ നന്നാവില്ല എന്ന് പറഞ്ഞത് അവിടുത്തെ സ്റ്റെപ്പിലേക്ക് പോയതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തത്. റീൽസും ഒക്കെ ചെയ്ത് ഇവിടുന്ന്. മഴ പെയ്തതുകൊണ്ട് അവിടെ വൈക്കലി ഉണ്ടായിരുന്നു, അതാണ് പതുക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് റീൽസിലേക്കുള്ള ഓരോ ഷൂട്ടാണ് ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 2 റീൽസായിരുന്നു പ്ലാൻ ചെയ്തത്. അതിലൊന്നാട്ടോ ആറ്റിറ്റ്യൂഡ് ഇടാം. ഈ ആറ്റിറ്റ്യൂഡ് ശരിക്കും അജിനയ്ക്ക് ഒഴികെ ബാക്കി ഞങ്ങൾക്ക് 3 ആൾക്കും വരില്ല. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ സെറ്റാക്കി നോക്കുന്നേരം എന്തായാലും പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കോലത്തിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് വേണ്ടി കുറേ നേരം കഷ്ടപ്പെട്ടു. സിദ്ധുവേട്ടൻ എല്ലാവരും പറഞ്ഞു തന്ന് ചെയ്തതായിരുന്നു. എന്നാലും എഡിറ്റ് ചെയ്തപ്പോൾ അതെന്തോ ഞങ്ങൾക്കൊരു ഇഷ്ടമായില്ല. എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമല്ല, ഞങ്ങളെ ലുക്കിൻ്റെ പ്രശ്നം. ആറ്റിറ്റ്യൂഡ് ഇട്ടത് ഭയങ്കര എന്താ പറയുക, ബോറായിപ്പോയി. അപ്പോൾ അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തില്ല. ഇതൊക്കെ അതിലേക്കുള്ളത് തന്നെയാണ് കേട്ടോ. റീൽസിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. കുറേ നേരം അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയല്ലേ, എല്ലാവരും നല്ല ടയേർഡായിരുന്നു.
ഒരു ഉച്ചയാകുമ്പോഴേക്കാണ് ഇതൊക്കെ എടുത്തെത്തിയത്. കുറേ ഫോട്ടോ എടുത്താൽ കാരണം 4 പേരും കൂടി നിൽക്കുന്നതല്ലേ, ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് കേൾക്കും നോക്കുക. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരണ്ടേ, അതുകൊണ്ട് കുറച്ച് നേരം ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ. അപ്പോൾ നല്ല ചൂടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിലിങ്ങനെ മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെയിൽ നല്ല ചൂടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി സാരിയും എല്ലാം കൂടി ഉടുത്ത് സ്കേർട്ടും ടോപ്പും എല്ലാം കൂടി ഭയങ്കര ചൂടെടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഫോട്ടോ, അതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. കുറേ ഫോട്ടോ എടുത്തിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാവർക്കും ചിരി വരും. ഓളെല്ലാവരെയും ചിരിപ്പിക്കും, അതാണ് ഓളൊരു മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ മുഖത്തേക്ക് നോക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയാൽ മതിയെന്ന് പറഞ്ഞെന്ന് അങ്ങനെ ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇപ്പം ഞാൻ അത് ഓർത്തിട്ട് എന്താ പറയുക, ഒന്നുകൂടി ഫോട്ടോഷൂട്ടിന് പോകാൻ തോന്നുന്നു. പിന്നെ സിത്തുവേട്ടൻ്റെ ഈ കഴിവിനെ എടുത്ത് പറയണം. ഞങ്ങളെ റീലുണ്ടാക്കി തന്നതൊക്കെ അവരാട്ടോ, എഡിറ്റിങ്ങും എല്ലാം അവരായിരുന്നു. അതിനടുത്ത പോസിന് വേണ്ടിയിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഓരോ രീതിയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുക. ഇനി സിംഗിൾ ഫോട്ടോ മസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു സിംഗിൾ ഫോട്ടോ വേണം, അപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് സബ്സ്ക്രൈബർ ഉണ്ട്, അവളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അസ്ര എന്നാണ് പേര്. ആൾ ഞങ്ങളെ തുടക്കം മുതലേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ലക്കി ചാംസിൻ്റെ വക അസ്രയെ ഞങ്ങൾ എടുത്തു പറയാണ്. അസ്ര മോൾക്ക് ഞങ്ങളുടെ ഒരു ഹായ്. എനിക്ക് കുഞ്ചുവിൻ്റെ പ്രഹസനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ അജിന വന്ന് കാത്തു നിൽക്കുകയാണ്, അടുത്തത് അവൾക്കാണ് എന്ന് പറഞ്ഞിട്ട്. അജിന പിന്നെ ഒരു ഫോട്ടോ ജനിക്കാണ്, അതായത് എങ്ങനെ നിന്നാലും അവളെ ഫോട്ടോ അടിപൊളിയായിരിക്കും. അങ്ങനെ അവൾ ഫോട്ടോ ഓരോ പോസ് ഓൾ തന്നെ കണ്ടെത്തി ഓൾ തന്നെ ചെയ്തോളൂ കേട്ടോ, അതാരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ ഓരോരുത്തർ മാറി മാറി സിംഗിൾ ഫോട്ടോ എടുക്കുകയാണേ. എല്ലാവർക്കും സിംഗിൾ ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. അജിനേൻ്റെ കഴിഞ്ഞിട്ട് വേണം അടുത്താക്ക്. ഇനി അശ്വതീൻ്റെ ഊഴാണ്. അശ്വതി ഞാൻ നിന്നുകൊടുക്കുക കേട്ടോ, മറ്റേ ശകുന്തളേനൊക്കെ പോലെ തന്നെ. ഇനി അടുത്തത് എൻ്റെ ഊഴമായിരുന്നു. ഞാനും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ആ ഒരു ഫോട്ടോ ജനിക്കല്ല, ഞാൻ എങ്ങനെ നിന്നാലും രസം ഉണ്ടാവില്ല. പുല്ലിനോട് ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഓള് ഫോട്ടോ കാണിച്ചു തരാണേ. അതിനനുസരിച്ചൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു കംഫർട്ടല്ല, ഫോട്ടോയിൽ ഞാൻ രസം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ സിത്തോട്ടൻ്റെ വക അങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് എങ്ങനെയോ 2 ഫോട്ടോ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചേച്ചിയും അനിയത്തിയുള്ള ഫോട്ടോഷൂട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു റീൽസ് കൂടി എടുക്കാണ്ട്, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ഷൂട്ട് അവിടെ കഴിയേ. ഇപ്പം നല്ല മഴ കാറിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുമ്പൊക്കെ എടുത്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് റീൽസ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ റീലാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തത്. ഇത് ഓടി വന്ന് ചുമരിലേക്ക് ചാടിയ അങ്ങനെയാണ്. അപ്പോൾ ഓടി വീഴരുത് എന്ന് പറയാം, സ്കേർട്ടല്ല ഇട്ടത്. അതാണ് സംഭവം. ചിരിച്ച് ഞങ്ങളത് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതാണ് ഇനി വീഡിയോ കാണിച്ചു തരില്ല, വീഡിയോ കാണിച്ചു തന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞതാണ്. കാരണം ഓരോ ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ മുമ്പ് കാണേണ്ടി വരും, അപ്പോൾ ടൈം കുറേ പോകുമല്ലോ. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ചെയ്യണം.
സ്റ്റെപ്പ് വന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിലേക്ക് പോവാണ്. അതൊക്കെ എന്തായാലും എഡിറ്റ് ചെയ്ത് സെറ്റാക്കി തന്നത് എടുത്തത്. അപ്പോൾ ബെല്ലാമി ഫ്രെയിംസ് ആരും മറക്കണ്ട, എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റാണ്, ഇവിടുന്ന് ലാസ്റ്റായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി എടുക്കുകയാണ് കേട്ടോ. അവിടെ ഉള്ളവർ ഭയങ്കര നമുക്ക് ഒരു സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു ചമ്മലൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ വേഗം അവിടെ നിന്ന് എടുക്കാൻ നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരമല്ലോ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവർ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ചായ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് ക്ഷണിച്ചെന്ന് മനസ്സിലാക്കി സ്പെഷ്യൽ റെസിപ്പി ഒക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യലായിരുന്നു ചായ കേട്ടോ. ഞാൻ വേഗം ചായ ഇട്ട് എല്ലാവരും കൂടി ചേർന്ന് ചായ കുടിച്ച് ശരിക്കും വിശന്നിരുന്നു. ഞങ്ങളുടെ ഓണഷൂട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളെ സപ്പോർട്ടൊക്കെ കുറച്ച് കുറവാണ്. ഞങ്ങൾ വീഡിയോ ഡയറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി കറക്റ്റായിട്ട് ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാം കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് അവിടെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുന്നതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കുറച്ച് വലിയ ഫോട്ടോഷൂട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് വേണ്ട ഫോട്ടോ ഒക്കെ കിട്ടി സപ്പോർട്ട് ഞങ്ങൾ നിർത്തുന്നു, ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഓണത്തിൻ്റെ കുറച്ച് ഞങ്ങളെ നാട്ടിൽ നടന്ന കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അത് പാർട്ടുമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.